സീറോ മലബാർ സഭയിലെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന സഭയോടൊപ്പമുള്ള ഓരോ വ്യക്തികളും വൈദികരും ഇന്ന് സമൂഹത്തിന് മുമ്പിൽ അവഹേളിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സീറോ മലബാർ സഭ നേതൃത്വത്തിന് തന്നെയാണ്. സഭാവിരുദ്ധത പ്രകടമാകുമ്പോൾ തന്നെ ഉചിതമായ സമയത്ത് നടപടി എടുക്കാതെ നിശബ്ദത തുടരുന്നതാണ് എല്ലാ പരിഹാസങ്ങൾക്കും മൂലകാരണം. കൂടുതൽ കാരണങ്ങൾ അറിയണമെങ്കിൽ ഓരോരുത്തരും സ്വയമേ ആത്മപരിശോധന ചെയ്തു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. മാർ ആലഞ്ചേരി പിതാവിനെതിരെ വൈദികർ തന്നെ വ്യാജ രേഖ ചമച്ചു. അന്ന് നിശബ്ദത പാലിച്ചു. മാർ ആലഞ്ചേരി പിതാവിന്റെയും സാന്ദ്രി പിതാവിന്റെയും കോലങ്ങൾ കത്തിച്ചു. അന്നും മൗനം തുടർന്നു. സർക്കുലറുകൾ ഒന്നും തന്നെ പള്ളികൾ വായിക്കാതിരുന്നു. അപ്പോഴും നേതൃത്വത്തിലുള്ളവർ നിസ്സംഗത പാലിച്ചു. 3 or 4 തവണ നീതിയജ്ഞം എന്ന പേരിൽ അരമന കയ്യേറി, ബസിലിക്ക കയ്യേറി. അപ്പോഴൊന്നും നടപടിയുമില്ല. ഉത്തരവാദിത്വ ബോധവുമില്ലാതെ അധികാരികൾ പെരുമാറുകയായിരുന്നു. മാർപ്പാപ്പ തന്നെ നേരിട്ട് അയച്ച മാർമോസിൽ പിതാവിനെ കുപ്പികൊണ്ട് എറിഞ്ഞു. മ്ലേച്ഛ പദങ്ങൾ ഉപയോഗിച്ച് തെറി വിളിച്ചു. അദ്ദേഹത്തെ കയ്യേറാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ വിളിച്ച് തെറി വിളിച്ചിട്ടും ഒരു മെത്രാൻ പോലും ഒന്ന് അപലപിക്കുക പോലും ചെയ്തിരുന്നില്ല. സിനഡിൽ ഇന്ന് വരെ ആ കാര്യം ചർച്ച ചെയ്തിട്ട് പോലും ഇല്ല എന്ന് തന്നെയാണ് വിശ്വാസികളുടെ ധാരണ. ഇപ്പോൾ ഒരു അലങ്കാര മുന്നേറ്റത്തിന്റെ നേതാവ് തന്നെ മാർക്ക് പൂക്കാട്ട് പിതാവിനെ അവഹേളിക്കുകയും പരിഹസിച്ച് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല. ഇങ്ങനെ വഴിവിട്ട് വിമതർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ വിമതന്മാർക്ക് സമൂഹ മാധ്യമത്തിൽ സഭയോടൊപ്പം ഉള്ളവരെയും സഭയോടൊപ്പമുള്ള വൈദികരെ മോശമാക്കാൻ പ്രോത്സാഹനം തന്നെയാണ്. സഭാവിരുദ്ധതയ്ക്ക് ശിക്ഷണ നടപടികൾ ഇല്ലാതെ കഴിഞ്ഞ 4 വർഷമായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നത് കൊണ്ട് ആവശ്യത്തിന് വെള്ളവും വളവുമാണ് വിമതർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അക്കമിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിമതന്മാരെ എന്ന് കൂച്ചി വിലങ്ങിടുന്നുവോ അന്ന് മാത്രമേ ഈ സഭ രക്ഷപ്പെടുകയുള്ളൂ.